നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തു, ഗ്രാമവികസന വകുപ്പ് തിരിച്ചു വരുന്നു എന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അത് വളരെയധികം ആളുകൾ കണ്ടു. വലിയ ചർച്ച വകുപ്പിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിലും ഗ്രാമവികസന വകുപ്പിലെയും പഞ്ചായത്ത് വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെയിൽ വലിയ ചർച്ചയാണ് ഉണ്ടായത്. ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുകയും നിരവധി പ്രശ്നങ്ങൾ അവരെന്നെ അറിയിക്കുകയും ചെയ്തു. അപ്പോഴാണത് മനസ്സിലായത്, തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ലയനം എന്ന് പറയുന്നത് ഒരു ഹോംവർക്ക് ഇല്ലാതെ ചെയ്ത ലയനമാണ്. വകുപ്പുകളുടെ ലയനം അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ ലയനമൊക്കെ സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ്. അവിടെ നമുക്കൊരു അഭിപ്രായമില്ല. പക്ഷെ അത് ചെയ്യുമ്പോൾ കൃത്യമായ ഹോംവർക്ക് ചെയ്യാതെ ചെയ്താൽ, കൃത്യമായ മാൻഡേറ്റ് ഉണ്ടാക്കാതെ ചെയ്താൽ അത് വെളുക്കാൻ തേച്ചത് പാണ്ടാകും എന്നുള്ള കാര്യമാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, വണ്ടിക്ക് മുമ്പിൽ കുതിരയെ കെട്ടുന്നതിന് പകരം കുതിരയ്ക്ക് മുമ്പിൽ വണ്ടിയെ കെട്ടിയാൽ വണ്ടി ഓടില്ല എന്ന് മാത്രമല്ല, കുതിര കിടന്ന് ബഹളമുണ്ടാക്കുകയും ചെയ്യും. ഇതൊരു വല്ലാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ ശരിക്കും വണ്ടിയുടെ ഫ്രണ്ടിലാണ് കുതിരയെ കെട്ടുമ്പോൾ കുതിര വണ്ടി വലിച്ചു കൊണ്ടുപോകും. രഥയാത്രയൊക്കെ അങ്ങനെയാണ് നടത്തുന്നത്. ഇത് രഥത്തിൻ്റെ ഫ്രണ്ടിൽ കുതിരയെ കെട്ടുന്നതിന് പകരം കുതിരയുടെ ഫ്രണ്ടിൽ രഥത്തെ കെട്ടിയാൽ രഥവും ചലിക്കില്ല, കുതിരയ്ക്ക് സഞ്ചരിക്കാനുമാവില്ല. ഇതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ സംഭവിച്ചിരിക്കുന്ന വലിയ ഒരു അപകടം. ഇതിനെ സംബന്ധിച്ച് നിരവധി ആളുകളാണ് എനിക്ക് ടെലിഫോൺ ചെയ്തും വാട്സപ്പ് മെസ്സേജ് അയച്ചത്. പക്ഷെ അവരെല്ലാം പറഞ്ഞ ഒരു കാര്യം, സാർ ഞങ്ങളുടെ ഐഡൻറ്റിറ്റി സാർ പുറത്ത് പറയരുത്, കാരണം പറഞ്ഞാൽ ഞങ്ങൾക്കത് ജോലിയെ ബാധിക്കും. പേടിച്ചാണ് ആരും ഇത് പറയാതിരിക്കുന്നത്. എന്താണ് നിലവിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? സംസ്ഥാനത്ത് ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പ് രൂപീകൃതമായ ശേഷം ജനങ്ങളെ പൊതു മാനദണ്ഡങ്ങൾ പോലും നോക്കാതെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റിയതാണ് ഇതിനകത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇൻ്റർചേഞ്ചബിലിറ്റി എന്ന് പറയുന്ന, അതായത് പഞ്ചായത്തിലുള്ളവർ, ഗ്രാമപഞ്ചായത്തിലുള്ളവർക്ക് ബ്ലോക്കിൽ പോകാം, ബ്ലോക്ക് പഞ്ചായത്തിലുള്ളവർക്ക് ജില്ല, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് വിശദമായി ഇത് പരിശോധിക്കേണ്ട ഒരു വീഡിയോ ആണ്. യഥാർത്ഥത്തിൽ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് വകുപ്പ്, ഗ്രാമവികസന വകുപ്പ്, നഗരകാര്യ വകുപ്പ്, നഗരാസൂത്രണം, തദ്ദേശ എഞ്ചിനീയറിംഗ് വകുപ്പ് എന്നീ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാണ് ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ടാക്കിയത്. സ്വാഭാവികമായിട്ടും അത് ഒരു കുടക്കീഴിലിരിക്കുന്നത് നല്ലതാണെന്നുള്ളതായിരിക്കാം. മന്ത്രിയെയും IAS ഒക്കെ നയിച്ച ഒരു വികാരം, സ്വാഭാവികമായിട്ട് അത് ഓക്കെ, ആ പാർട്ട് ഓക്കെ. പക്ഷെ രണ്ടാം ഭാഗമാണ് പ്രശ്നം. വിവിധ വകുപ്പുകളായിരുന്നപ്പോൾ സുഗമമായി ലഭിച്ചുകൊണ്ടിരുന്ന സേവനങ്ങൾ പല ഓഫീസുകളിൽ നിന്നും ജനങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നില്ല. അതിൻ്റെ കാരണം, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആയിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ ചെയ്തിരിക്കുന്നവരുടെ അവർ ടാക്സ് പിരിക്കുക, അവരുടെ പരിപാടികൾ വ്യത്യസ്തമാണ്. ബ്ലോക്ക് പഞ്ചായത്തിലിരിക്കുന്ന BDO സംബന്ധിച്ചിടത്തോളം തനത് ഫണ്ട് പിരിവോ മറ്റു കാര്യങ്ങളുമില്ല. അവർ കോർഡിനേഷനും ഇൻ്റഗ്രേഷനുമാണ് അവരുടെ ജോലി. കോർഡിനേഷനിലും ഇൻ്റഗ്രേഷനിലും പ്രാക്ടീസ് ഉള്ള ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇരിക്കുന്നവരെ താഴെ പഞ്ചായത്തിൽ കൊണ്ടുപോയി ഗ്രാമപഞ്ചായത്തിൽ കൊണ്ടുപോവുകയും അവിടെ അവർ ടാക്സ് പിരിവ് പോലുള്ള കാര്യങ്ങളിൽ വളരെ മോശമായ രീതിയിൽ അവർക്ക് പോകേണ്ടി വരുന്നു. അവിടെ ടാക്സ് പിരിവ് പോലുള്ള മറ്റ് കാര്യങ്ങൾ, ഒരുപാട് പ്രോജക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള, ഗ്രാസ് റൂട്ട് ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥരെ പഠിച്ച് ബ്ലോക്കിലിരുത്തുമ്പോൾ അവർക്കും കോർഡിനേഷൻ്റെ പ്രശ്നവും ഇംപ്ലിമെൻറ്റേഷൻ്റെ ഇഷ്യൂസും വളരെ വലുതാണ്. ഇതിനകത്തൊരു രസകരമായ മറ്റൊരു കാര്യം, അത് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ മൂന്നാം ഗഡു കൊടുത്തിട്ടില്ലായിരുന്നു. കഴിഞ്ഞ മൂന്നാം ഗഡു പൈസ, ഞാൻ സാന്ദർഭ്യമായിട്ട് അത് പറഞ്ഞതാണ്, മൂന്നാം ഗഡു പൈസ 3600 കോടി രൂപ കൊടുത്തിട്ടുമില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നവുമുണ്ട്. അപ്പോൾ ഇത് രൂപീകരിച്ചപ്പോൾ പൊതുജനങ്ങൾക്ക് ഇങ്ങനെ അവർക്ക് കിട്ടുന്ന സേവനത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനേക്കാൾ പുകയാണ്, അടിപൊളിയാണ് ഉദ്യോഗസ്ഥരുടെ അവസ്ഥ. അതായത് ഈ ഗ്രാമപഞ്ചായത്തിൽ തനത് ഫണ്ടിൽ നിന്നാണ്, അതായത് അവരുണ്ടാക്കുന്ന ടാക്സും അതുപോലത്തെ ഫണ്ടിൽ നിന്നാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. അതേസമയം അപ്പോൾ അവർക്ക് G-Spark എന്നൊക്കെ പറഞ്ഞ് വേറെ സംവിധാനമാണ്. അതേസമയം ബ്ലോക്ക് പഞ്ചായത്തിലുള്ളവർക്ക് ട്രഷറിയിൽ നിന്നാണ് പണം മാറുന്നത്, അത് സർക്കാർ നേരിട്ടാണ്. അപ്പോൾ ഇത് ലയിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് പഞ്ചായത്ത് വകുപ്പിലുള്ളവർ കൂടി, ഗ്രാമപഞ്ചായത്ത് വകുപ്പിലുള്ളവർ കൂടി തനത് ഫണ്ട് ഒഴിവാക്കി കിട്ടാൻ ശ്രമം നടത്തിയപ്പോൾ ഫിനാൻസുകാർ അത് സമ്മതിച്ചില്ല. അപ്പോൾ തനത് ഫണ്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓഫീസർ, ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓഫീസർ ഗവൺമെൻറ് ഫണ്ട് കിട്ടുന്നൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ G-Sparkൻ്റെയും സ്പാർക്കിൻ്റെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഏകീകൃത വകുപ്പ് ഉപയോഗിച്ച് ശമ്പളം, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയുടെ ലഭ്യതയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രശ്നങ്ങളുടെ പുക. യാതൊരു വിധത്തിലും പരിഹാരമുണ്ടാക്കാതെയാണ് ഈ പോകുന്നത്. എന്താണ് ഈ പ്രശ്നം? ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയുള്ള ജീവനക്കാർക്ക് തനത് ഫണ്ട്, ഞാൻ പറഞ്ഞു, ഓൺ ഫണ്ടിൽ നിന്നാണ് ശമ്പളം. ഗ്രാമവികസനം, LSGD
എഞ്ചിനീയറിംഗ്, നഗരാസൂത്രണം എന്നീ വകുപ്പുകൾക്ക് സർക്കാർ ഖജനാവിൽ നിന്നും ട്രഷറിയിലൂടെ സ്പാർക്ക് എന്ന സോഫ്റ്റ്വെയർ മുഖേനയാണ് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകി വരുന്നത്. എന്നാൽ ഏകീകൃത തദ്ദേശ ഭരണ രൂപീകരണത്തിന് ശേഷം ഓരോ വകുപ്പുകളും ജീവനക്കാരെ ഇന്റർചേഞ്ചബിലിറ്റി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്ഫർ, എന്നാൽ പഞ്ചായത്തിൽ നിന്ന് ബ്ലോക്ക്, ബ്ലോക്കിൽ നിന്ന് പഞ്ചായത്ത്, ഇങ്ങനെ ട്രാൻസ്ഫർ വന്നപ്പോൾ സ്പാർക്ക് മുഖേനയുള്ള ശമ്പളം മാറുന്ന ഗ്രാമോത്സവ ജീവന വകുപ്പ്, LSGD എഞ്ചിനീയറിംഗ്, നഗരാസൂത്രണം എന്നീ വകുപ്പുകളിൽ നിന്നും പഞ്ചായത്തുകളിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ച ജീവനക്കാർ പൂർണ്ണമായി സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ നിന്ന് ഒഴിവായി. പഞ്ചായത്തിലെയോ മുനിസിപ്പാലിറ്റികളിലെയോ ഓൺ ഫണ്ട് മുഖേന ശമ്പളം മാറേണ്ടതായി വരുന്നു. എന്നാൽ മുനിസിപ്പാലിറ്റികളിലെയും പഞ്ചായത്തുകളിലെ ജീവനക്കാർക്ക് അതാത് വകുപ്പുകളിലായ പ്രോവിഡന്റ് ഫണ്ടാണ് ലഭിക്കുന്നത്. KPEPF, KMEPF, KMPEPF എന്നിവ. ഗ്രാമവികസനം, LSGD എന്നീ എഞ്ചിനീയറിംഗ്, നഗരാസൂത്രണം എന്നീ വകുപ്പുകളിൽ അക്കൗണ്ട് ജനറൽ കൈകാര്യം ചെയ്യുന്ന ജനറൽ പ്രോവിഡന്റ് ഫണ്ടും GPF ആണ്. സ്പാർക്ക് മുഖേന ശമ്പളം മാറിയിരിക്കുന്ന അവർക്ക് എല്ലാ മാസവും എല്ലാ ഡിഡക്ഷനുകളും ഓൺലൈനായി തന്നെ സൈറ്റുകളിൽ അപ്ഡേറ്റ് ചെയ്യാമായിരുന്നു. എന്നാൽ പഞ്ചായത്തുകളിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ച മേൽ ജീവനക്കാർക്ക് അവരുടെ ഡിഡക്ഷൻസ് ജനറൽ പ്രോവിഡന്റ് ഫണ്ട് ഉൾപ്പെടെയുള്ള യഥാസമയം സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ ആവാത്തത് കാരണം അക്കൗണ്ട് ജനറൽ സൈറ്റിൽ ആ തുക അപ്ലോഡ് ആവാതെ പോകുന്നു. ഇതൊക്കെ വളരെ രസകരമാണ്. നിലവിൽ ഈ ജീവനക്കാർക്ക് പ്രോവിഡന്റ് ഫണ്ടിൽ നിന്നും വായ്പ എടുക്കണമെങ്കിൽ ഒടുവിൽ ജോലി ചെയ്തിരുന്ന സ്പാർക്ക് കിടക്കുന്ന ഓഫീസിൽ അപേക്ഷ കൊടുത്ത് സ്പാർക്ക് മുഖേന മാത്രമേ വായ്പ മാറുന്നതിന് സാധിക്കും. ആയത് ജീവനക്കാർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ഉദാഹരണമായി നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ, തിരുവനന്തപുരം ജില്ലയിൽ ജോലി ചെയ്യുന്ന ഗ്രാമവികസന ജോലി ചെയ്യുന്ന ഒരാൾ സ്ഥലം മാറ്റത്തിലൂടെ പ്രൊമോഷനിലൂടെയോ കാസർഗോഡുള്ള ഗ്രാമവികസന വകുപ്പ് ഓഫീസിലെത്തി അവിടെ നിന്ന് അയാൾ സ്ഥലം മാറ്റം ലഭിച്ച് തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്തിലെത്തിയാൽ GPF വായ്പ എടുക്കണമെങ്കിൽ അയാൾ ഒടുവിൽ ജോലി ചെയ്ത സ്പാർക്കുള്ള കാസർഗോഡ് ജില്ലയിലെ ഗ്രാമവികസന ഓഫീസിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതെന്താണ്? ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഗ്രാമപഞ്ചായത്തിലേക്ക് വിടുന്നവരെ ഡെപ്യൂട്ടേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു വകുപ്പിനകത്ത് ഡെപ്യൂട്ടേഷൻ. രസകരമാണ്. ഇത്തരം ജീവനക്കാർ പെൻഷൻ ആകുന്ന സമയത്ത് പ്രിസം എന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ മുഖേനയാണ് പെൻഷൻ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആയത് സ്പാർക്ക് സോഫ്റ്റ്വെയറുമായി ബന്ധിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിൽ സ്ഥലം മാറുന്നതിലൂടെ സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ നിന്ന് ഒഴിവാകുന്ന ജീവനക്കാർക്ക് പെൻഷൻ സോഫ്റ്റ്വെയറിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ആയി വരുന്നില്ല. മാത്രമല്ല SLA, ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്നിവയുടെ ഡിഡക്ഷൻ സ്റ്റേറ്റ്മെന്റ് സ്പാർക്കിൽ നിന്നും ശരിയായ അടവ് കാണിച്ച് ലഭിക്കുന്നില്ല. കൂടാതെ ഇത്തരത്തിൽ സ്ഥലമാറ്റം ലഭിക്കുന്ന ജീവനക്കാരുടെ ഇൻക്രിമെന്റ്, ഗ്രേഡ്, ശമ്പള ഫിക്സേഷൻ എന്നിവ സ്പാർക്കിൽ അപ്ഡേറ്റ് ആവാത്തത് കാരണം ഇവർ തിരികെ സ്പാർക്ക് മുഖേന ശമ്പളം മാറുന്ന ഓഫീസിലേക്ക് വരുമ്പോൾ ആയത് പരിഹരിക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. മുനിസിപ്പാലിറ്റികളിൽ നിന്നും സ്ഥലം മാറ്റം ലഭിച്ച് സ്പാർക്ക് മുഖേന ശമ്പളം മാറുന്ന ജീവനക്കാർക്ക് മേപ്പടി ഓഫീസുകളിൽ നിന്നും ശമ്പളം മാറി നൽകാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ജീവനക്കാരുടെ നിലവിൽ എല്ലാ മാസവും ജീവനക്കാരുടെ അറ്റൻഡൻസ്, സാലറി സ്ലിപ്പ് മുതലായവ തയ്യാറാക്കി അതാത് ജില്ലകളിലെ ജോയിന്റ് ഡയറക്ടർമാർക്ക് അയച്ചു കൊടുക്കുകയും അവർ ആ ഓഫീസിൽ നിന്ന് ശമ്പളം മാറി ഇവർക്ക് നൽകുകയും ചെയ്യുന്നതാണ് പുതിയ രീതി. ഇതൊക്കെ ഉഡായിപ്പിന്റെ അങ്ങ് അറ്റമാണ്. പിന്നെ അതേസമയം ആണ് ആയത് കാരണം അവർ ഡിഡക്ഷൻസ് ശരിയായ വിധം നൽകുവാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. ഇവരുടെ വകുപ്പിലെ പ്രോവിഡന്റ് ഫണ്ട് യഥാസമയം അപ്ഡേറ്റ് ആകാത്ത സാഹചര്യമാണ് ഉള്ളത്. ആയതിന് കാരണം പ്രോവിഡന്റ് ഫണ്ടിൽ അടച്ച തുകയുടെ വിശദാംശങ്ങൾ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലേക്ക് അയച്ചു നൽകി അവിടെ നിന്നുമാണ് അത് ആയത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ പഞ്ചായത്ത് വകുപ്പിൽ നിന്ന് സ്പാർക്ക് മുഖേന ശമ്പളം പറ്റുന്ന ഓഫീസുകളിലേക്ക് ജീവനക്കാരെ സ്പാർക്കിൽ കൂടി ശമ്പളം മാറി നൽകി വരുന്നതും മറ്റൊരു പ്രധാന കാര്യമാണ്. ധനകാര്യ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് വകുപ്പിൽ നിന്നുള്ള ജീവനക്കാർക്ക് സ്പാർക്ക് മുഖേന ശമ്പളം മാറി നൽകരുതെന്നും താൽക്കാലികമായി സ്പാർക്ക് ID ക്രിയേറ്റ് ചെയ്തേ മാത്രമേ നൽകാവൂ എന്നുള്ള നിർദ്ദേശവും നിലവിൽ നിൽക്കുകയാണ്. എന്നാൽ പല ഓഫീസുകളിലും ഈ ജീവനക്കാർക്ക് സ്പാർക്ക് മുഖേന തന്നെ ശമ്പളം മാറി നൽകുന്നുമുണ്ട്. അത് നിയമവിരുദ്ധവുമാണ്. മാത്രമല്ല ഇത്തരത്തിൽ സ്ഥലമാറ്റം വരുന്ന ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിന് കാലതാമസം വരുന്നു. പ്രിൻസിപ്പൽ ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിലവിൽ 5 വകുപ്പുകളിൽ നിന്നുള്ള ജീവനക്കാർ ജോലി ചെയ്തു വരുന്നു. എന്നാൽ ഇവരുടെ പ്രത്യേക ശമ്പളം പ്രത്യേകം അവരവരുടെ പഴയ വകുപ്പുകളിലെ ഹെഡുകളിൽ നിന്നാണ് മാറി നൽകുന്നത്. ഇത്തരത്തിൽ ജീവനക്കാരെ പല വകുപ്പുകളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വിന്യസിച്ചത് കാരണം ജീവനക്കാർക്ക് അവരുടെ ജോലി സ്വഭാവത്തിൽ മാറ്റം വന്നതുകൊണ്ടും അതാത് ഓഫീസിൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ വലിയ കാലതാമസമാണ് നേരിടുന്നത്. ഗ്രാമവികസന വകുപ്പ്, LSGD എഞ്ചിനീയറിംഗ്, നഗരാസൂത്രണം എന്നീ വകുപ്പുകളിൽ നിന്നും പഞ്ചായത്ത് നഗരസഭകളിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ച ജീവനക്കാർക്ക് അവരുടെ ജോലി സ്വഭാവം മാറിയത് കൊണ്ട് തന്നെ പഞ്ചായത്ത് വകുപ്പിലെ പല കാര്യങ്ങളും അറിയാത്ത സ്ഥിതിയാണുള്ളത്. പഞ്ചായത്ത് അറിയാത്ത ജീവനക്കാർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മുനിസിപ്പാലിറ്റി ആക്ട് അറിയാത്ത ജീവനക്കാർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരുന്നു. ആയത് കാരണം
ഈ കാര്യങ്ങൾ നിയമപ്രകാരമാണോ സാധ്യതയുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. പഞ്ചായത്ത് സെക്രട്ടറി തസ്തികയിലുള്ള ജീവനക്കാർ സ്പാർക്ക് മുഖേന ശമ്പളം മാറുന്ന ഓഫീസിലേക്ക് മാറുമ്പോൾ ഇവർ സ്പാർക്കിൽ ഇല്ലാത്തത് കാരണം AG പേ സ്ലിപ്പ് ഇഷ്യൂ ചെയ്യുന്നില്ല. ആയത് കാരണം 1.5 വർഷത്തോളം ശമ്പളം ലഭിക്കാത്ത ജീവനക്കാരും ഉണ്ട്. ഇത് ചെറിയൊരു കാര്യം കൂടിയുള്ളൂ. ഈ പ്രശ്നങ്ങൾ താൽക്കാലികമായി മാത്രമാണ് നിലവിൽ പരിഹരിക്കുന്നത്. കൂടാതെ ഈ വകുപ്പുകളിൽ പഞ്ചായത്ത് വകുപ്പിൽ താരതമ്യേന മറ്റ് വകുപ്പുകളിൽ പ്രൊമോഷൻ ചാൻസ് കൂടുതലാണ്. എന്നാൽ ഗ്രാമവികസന വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പിന്നെ നഗരാസൂത്രണ പ്രൊമോഷൻ ചാൻസ് വളരെ കുറവാണ്. മേപ്പടി വകുപ്പുകളിൽ 24-25 വർഷം സർവീസുള്ള ജീവനക്കാർ ഹെഡ് ക്ലാർക്ക് തസ്തികയിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ പഞ്ചായത്ത് വകുപ്പിൽ 24 വർഷം സർവീസുള്ള സെക്രട്ടറിയോ അതിനു മുകളിലോ പ്രൊമോഷൻ ചാൻസ് ജോലി നോക്കുന്നു എന്നൊരു വിഷയം വരുന്നു. ഇത്തരം ജീവനക്കാർ ഒരേ ഓഫീസിൽ നോക്കുമ്പോൾ സീനിയാരിറ്റിയിലെ അപാകത കാരണം ജീവനക്കാർ തമ്മിലുള്ള ഒത്തൊരുമയിലും വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഏകീകൃത വകുപ്പിലെ സ്ഥലമാറ്റം മാത്രമാണ് നിലവിൽ നടത്തിയിട്ടുള്ളത്. എന്നാൽ ഈ സ്ഥലമാറ്റം മുഖേന ജീവനക്കാർ എല്ലാം തന്നെ നിരവധി പ്രശ്നങ്ങളുള്ളൂ. ശമ്പളം മാറുന്നത് തന്നെ പലതരത്തിലാണ്. ഈ ജീവനക്കാർ ഡിഡക്ഷൻസ് യഥാസമയം അപ്ഡേറ്റ് ആയി വരുന്നില്ല. അങ്ങനെ സ്പാർക്കിൻ്റെയും നോൺ സ്പാർക്കിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ വരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജീവനക്കാർ സ്പാർക്ക് ഓഫീസിലേക്ക് വരുമ്പോൾ പുതിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് സ്പാർക്ക് ശരിയാകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല പെൻഷൻ ആകുന്ന സമയത്തും വലിയ പ്രശ്നമാണ് പ്രിസം ആപ്ലിക്കേഷനിൽ വരുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പഞ്ചായത്ത് വകുപ്പിൽ നിന്ന് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ബ്ലോക്കിലേക്ക് മാറുക, ബ്ലോക്കിൽ നിന്ന് നഗരാസൂത്രണത്തിലേക്ക് മാറുക, നഗരാസൂത്രണത്തിൽ നിന്ന് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ മറ്റ് സ്റ്റാഫിലേക്ക് മാറുക, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇൻ്റർചേഞ്ചബിൾ ഉള്ള ട്രാൻസ്ഫർ വന്നതോടുകൂടി ഉദ്യോഗസ്ഥന്മാർക്കും ആകെ കൺഫ്യൂഷനാണ്. പലരും ഡെപ്യൂട്ടേഷനാണ്, പലർക്കും സാലറി കിട്ടുന്നില്ല, പലർക്കും PPF-ഉം അതുപോലെ സ്പാർക്കും സ്പാർക്കും ആകെ ജഗപൊക കൺഫ്യൂഷനാണ്. അതിനിടയിലാണ് ഒരു വിഭാഗത്തിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകൾക്ക് മറ്റൊരു വിഭാഗത്തിലേക്ക് പോകുമ്പോൾ ജനങ്ങൾക്ക് സേവനവും കിട്ടുന്നില്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒന്നിച്ച് നിൽക്കാനാണ് ഇപ്പോൾ ഗ്രാമവികസന വകുപ്പ് മാറുന്നു, പക്ഷെ ഒന്നിച്ച് നിൽക്കാനാണ് തീരുമാനമെങ്കിൽ ഇന്റർചേഞ്ചബിലിറ്റി ട്രാൻസ്ഫറിനെയൊക്കെ സംബന്ധിച്ച് കൃത്യമായ പുനരാവിഷ്കരണം ആവശ്യമുണ്ട്. അത് കൊടുക്കണമെന്നൊക്കെ ഉള്ളത് സർക്കാരിൻ്റെ നയമാണ്. പക്ഷേ കൃത്യമായ പ്രതിസന്ധിയാണ്. എന്തായാലും കുതിരയ്ക്ക് മുമ്പിലാണിപ്പോൾ വണ്ടി കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഓടുന്നില്ല, അത് ഷെഡിൽ തന്നെ കിടക്കുകയാണ്.